കലിതുള്ളിയ പ്രകൃതിക്ക് മുന്നിൽ ഭയന്നോടുന്ന മനുഷ്യർ, പിറകെ പാഞ്ഞു കീഴ്പ്പെടുത്തുന്ന മലവെള്ളം, സഹായത്തിനായി ഒന്ന് കൈയുയർത്താനോ നിലവിളിക്കാനോ കഴിയാതെ നിസ്സഹായരായി പോകുന്ന അവസ്ഥ. വയനാട്ടിലെ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയുണ്ടായ ദുരന്തം വാക്കുകളാൽ വിവരിക്കാൻ ആവാത്തതാണ്. ഏറ്റവും പുതിയ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് മാതൃഭൂമി ന്യൂസിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ നിന്നും അരുൺ അമൃതാസ് ചേരുന്നു. അരുൺ, ഈ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവർ എത്ര എത്തിയിട്ടുണ്ട്, എത്ര മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്, അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഏറ്റവും പുതിയതായി നൽകാനാവുന്നത് എന്തൊക്കെയാണ്? നിലവിൽ 7 മൃതദേഹങ്ങളാണ് നിലവിൽ ആശുപത്രിയിലുള്ളത്. അത് ചൂരൽമല മേഖലയിലുള്ളതാണ്. ഒപ്പം തന്നെ ഈ 77 പേരാണ് ഒടുവിൽ നമുക്ക് കിട്ടിയ കണക്ക് പ്രകാരമുള്ളത്. അതിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ 3 പേരുള്ളതായും അറിയുന്നു, 9 പേരുള്ളതായും അറിയുന്നു. 3 പേരുടെ നില ഗുരുതരമാണെന്നുമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ ഗോകുൽ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുണ്ടക്കൈ മേഖലയിലേക്കുള്ള ആകെയുള്ള ഒരു ബന്ധം കൂടി നഷ്ടപ്പെട്ട സാഹചര്യമാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകളെയൊക്കെ അവിടെ രക്ഷാപ്രവർത്തനം എത്തുന്നുണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള ആളുകളൊന്നും ഈ ആശുപത്രിയിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതലായും ഈ ചൂരൽമല മേഖലയിലുള്ള ആളുകൾ തന്നെയാണ് നിലവിൽ ഇവിടെ ഉള്ളത്. ഇവരുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. ഈ തലനാരിക്കൊക്കെ രക്ഷപ്പെട്ട് കുറേ നേരമൊക്കെ കുടുങ്ങിക്കിടന്ന് പിന്നീട് ആളുകളൊക്കെ എത്തി അവിടെ നിന്ന് രക്ഷിക്കുമ്പോൾ പോലും വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. 2 തവണ ഉരുൾപൊട്ടലുണ്ടായി. അവിടെ നിന്ന് ഓടിയൊക്കെ ഇവിടെ ആശുപത്രിയിൽ എത്തിയവരാണ്. മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നവരുണ്ട്. ഇപ്പോഴും ബോധരഹിതരായി തുടരുന്നവരുണ്ട്. വേദന സഹിക്കാൻ വയ്യാതെ ഇവിടെ കിടക്കുന്നവരുണ്ട്. അവർക്ക് സംസാരിക്കാൻ പോലും ആവാത്ത സാഹചര്യമുള്ളവരുണ്ട്. അത്തരത്തിൽ കൂടെയുള്ളവരെവിടെ എന്ന് അറിയാൻ കഴിയാത്തവരുണ്ട്. ആരൊക്കെയോ കൈപിടിച്ച് കയറ്റിയ മണ്ണിൽ ആണ്ടുപോകുമായിരുന്ന ജീവനുകളാണ് അപ്പോൾ ആശുപത്രിയിൽ ഈ കിടക്കയിൽ കിടക്കുന്നത്. കൂടുതൽ പേർക്കായി ഇപ്പോൾ ഇവിടെ കാത്തിരിക്കുകയാണ്. കൂടുതൽ പേരെ രക്ഷിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിനായി സന്നദ്ധ സംഘടനാ അംഗങ്ങളെ നമുക്ക് കാണാം. ട്രോമ കെയർ അംഗങ്ങളുണ്ട്. NDRFൻ്റെ ഒക്കെ വാഹനങ്ങൾ അവിടെ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ആംബുലൻസിൽ ചീറി പാഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും കൂടുതൽ ആളുകൾ എത്തുകയാണ്. നിലവിൽ 77 പേരാണ് ഇപ്പോഴുള്ള കണക്ക് പ്രകാരമുള്ളത്. ആ എണ്ണം ഇനിയും കൂടാം. കാരണം ഓരോ മിനിറ്റിലും കൂടുതൽ ആളുകളെ ആംബുലൻസിൽ നിന്ന് ഈ മേഖലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടക്കത്തിൽ നടക്കാൻ പറ്റിയ എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ മുണ്ടക്കൈ മേഖലയായുള്ള ബന്ധം പൂർണ്ണമായും ഒരു ആക്സസ് പോയിന്റ് ഈ മുണ്ടക്കൈ മേഖലയിൽ ഇല്ലാതെ പോയി. പക്ഷേ ഈ ചൂരൽമല മേഖലയിലുള്ളവരാണ് കൂടുതലും രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ആഘാതവും 2 സ്ഥലത്തെയും ഒരു ആഘാതം തന്നെ വ്യത്യാസമുണ്ട്. മുണ്ടക്കൈ മേഖല പൂർണ്ണമായും നമുക്കറിയാം, നമുക്ക് വലിയ രീതിയിലാണ് ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ആഘാതം ആ മേഖലയെ ബാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇരട്ടിയോളം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറിൽ തന്നെ കൂടുതൽ വ്യക്തമാവേണ്ടതുണ്ട്. നിലവിൽ കൂടുതൽ പേരെ ഓരോ മിനിറ്റിലും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനുവേണ്ട ഊർജിതമായ ശ്രമങ്ങൾ ഈ സന്നദ്ധയിലേക്ക് മടങ്ങി വരാം. അതിദാരുണമായ ഒരു കാഴ്ചയാണ് വിംസ് ആശുപത്രിയിൽ നിന്നും കാണാനാവുന്നത്. അത് അരുണിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളെ 2 വിൻഡോകളിൽ ആദ്യത്തേത് അവിടെ ചെളിയിൽ അകപ്പെട്ടു പോയ അരുണിനെ രക്ഷപ്പെടുത്തുന്ന NDRF സംഘത്തിന്റെ ദൃശ്യങ്ങളാണ്. മറ്റേത് ഒറ്റപ്പെട്ടു പോയ സ്ഥലത്തു നിന്നും NDRF വടം ഉപയോഗിച്ച് ഒരാളെ അപ്പുറത്തു നിന്ന് മറുകരയിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളുമാണ്.